ദശലക്ഷക്കണക്കിന് പേരെ കൊന്നൊടുക്കുകയും തൻ്റെ ജീവിതം നശിപ്പിക്കുകയും ചെയ്ത ഒരുത്തൻ. ഇത് പറഞ്ഞത് പുടിനെ പറ്റിയാണ്. അദ്ദേഹത്തിൻ്റെ രഹസ്യപുത്രി എന്നാണ് അവർ സ്വയം അവകാശപ്പെടുന്നത്. എന്താണത്? ശരിക്കും ഉണ്ടോ അങ്ങനെ? എലിസബേറ്റ ക്രിവനോജിക് എന്നാണ് ഈ പെൺകുട്ടിയുടെ പേര്. ഇവർ ശരിക്കും ഇപ്പോൾ റഷ്യയിലില്ല, അവർ പുറത്താണ്, യൂറോപ്പിലാണ് താമസിക്കുന്നത്. അവിടെ നിന്നുകൊണ്ടാണ് അവർ ഈ പറയുന്ന ടെലിഗ്രാമിൽ ചില പോസ്റ്റുകൾ ചെയ്തത്. ഈ ടെലിഗ്രാമിലെ പോസ്റ്റുകളിൽ ശരിക്കും ഇവർ മകളാണെന്നോ അവകാശപ്പെടുന്നൊന്നുമില്ല. പക്ഷേ ഇത് ലോകം മൊത്തം അറിയാവുന്ന കാര്യമാണ്. ഈ പുതിൻ്റെ മകളാണ് ഈ പെൺകുട്ടി എന്നും അവരെയാണ് ഈ പറയുന്ന പരാമർശങ്ങൾ നടത്തുന്നത്. ഒരു പേര് മാറ്റിയൊക്കെയാണ് പാരീസിൽ കഴിയുന്നത്. പാരീസിൽ ഒരു DJ ആയിട്ടാണ് ജോലി ചെയ്യുന്നത്. ഇവർ ഗുരുതരമായ ആരോപണങ്ങളാണ് പുടിനെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. ലക്ഷക്കണക്കിന് ആൾക്കാരെ കൊന്നുതള്ളി, തൻ്റെ ജീവിതം നശിപ്പിച്ചു, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു മോശപ്പെട്ട വ്യക്തിയായിട്ട്, അല്ലെങ്കിൽ നമ്മളെങ്ങനെയാണ് പറയുന്നത്, ഈ ഹിറ്റ്ലറിനെയൊക്കെ പറയുന്നത് പോലെ അത്തരത്തിലൊക്കെയാണ് പുടിനെ ഇവർ വർണ്ണിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിനകത്ത് വളരെ ഗുരുതരമായിട്ടുള്ള കാര്യം. അപ്പോൾ ഈ റഷ്യൻ ജനതയ്ക്ക് ഒരു അവിശ്വാസം പുടിനിൽ ഉണ്ടാക്കുക എന്നുള്ള ഒരു ലക്ഷ്യം കൂടി ഇതിന് പിന്നിലുണ്ട്. ഏകാധിപതിയായി പുടിൻ അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് കൂടി ഈ പറയുന്ന വാക്കുകൾക്കിടയിൽ നമുക്ക് വായിക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ്. എന്തായാലും ജർമ്മൻ മാധ്യമമായിട്ടുള്ള ബിൽഡിലാണ് ഇതിനെക്കുറിച്ചുള്ള വാർത്ത വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. അവർ ടെലഗ്രാം പോസ്റ്റുകൾ ഉദ്ധരിച്ചാണ് ഈ വാർത്ത നൽകിയിരിക്കുന്നത്. ശരിക്കും ഈ പെൺകുട്ടി പാരീസിൽ ഒരു DJ ആയി ജോലി ചെയ്യുകയാണ്. അവർ പറഞ്ഞിരിക്കുന്നത് ഒലേഗ് റുസ്നോവിൻ്റെ മകൾ എന്നാണ്. അതായത് ഈ ഒലേഗ് റുസ്നോവ് എന്ന് പറയുന്നത് മരിച്ചുപോയ ഒരാളാണ്. റഷ്യയിലെ പുടിൻ്റെ ഒരു വിശ്വസ്തനായിട്ടുള്ള ആളായിരുന്നു ഈ പറയുന്ന ഒലേഗ്. അയാളുടെ മകളാണ് എന്ന് പറഞ്ഞാണ് പാരീസിൽ സ്വയം പരിചയപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. എന്നിട്ടാണ് അവിടെ കഴിയുന്നത്. ഇവർ ശരിക്കും ഈ പറയുന്ന എലിസബേറ്റയുടെ അമ്മയുടെ പേര് സ്വെറ്റ്ലാന ക്രിവോനോഗിക് എന്നാണ്. റഷ്യൻ പേരാണ്, ഇതിന് പാടാണ് പറയും. സ്വെറ്റ്ലാന ക്രിവോനോഗിക് എന്നാണ് അവരുടെ പേര്. അവർ ഈ പറയുന്ന പുടിനുമായിട്ട് പ്രണയത്തിലാവുകയും ഒരുമിച്ച് കഴിയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് എന്നാണ് ഈ റിപ്പോർട്ടുകളിൽ പറയുന്നത്. അവർക്ക് വലിയ തോതിലുള്ള സ്വത്ത് സമ്പാദ്യം ഉണ്ടായിരുന്നു. റഷ്യയിലെ തന്നെ ഏറ്റവും ധനികയായ സ്ത്രീകളിൽ ഒരാളായിരുന്നു ഈ സ്വെറ്റ്ലാന ക്രിവോനോഗിക് എന്നാണ്. അത് ഈ പറയുന്ന പുടിനോട് ചേർന്നതിന് ശേഷമാണ് ഈ പറയുന്ന കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുണ്ടാക്കിയിരിക്കുന്നത്. 83 മില്യൺ പൗണ്ട് ആസ്തിയാണ് ഇവർക്കുള്ളതായിട്ട് പറയുന്നത്. അത്രയേറെ ധനികയായിട്ടുള്ള ഒരു സ്ത്രീയാണ് അവർ. സ്വാഭാവികമായിട്ടും അവരുടെ സ്വത്തുക്കൾ മകളിലേക്ക് എത്തിയിട്ടുണ്ടാകും. അവർ അതുകൊണ്ട് തന്നെ വലിയ സമ്പന്നയായിട്ടാണ് ഈ പറയുന്ന പാരീസിൽ കഴിയുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. ലക്ഷക്കണക്കിന് ആൾക്കാരെ കൊന്നു എന്ന് പറയുമ്പോൾ ഇതിനകത്ത് വളരെ വ്യക്തമായിട്ടുള്ള ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പുടിൻ ഇനിയും അധികാരത്തിൽ തുടരുന്നത് അപകടകരമാണ് എന്നാണ് ഇവർ പറയാതെ പറയുന്നത്. ഇതിനകത്ത് വേറൊരു വ്യക്തമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ ഈ റഷ്യ ഉക്രൈൻ യുദ്ധം തുടങ്ങിയപ്പോൾ റഷ്യയിൽ നിന്ന് പലായനം ചെയ്തതാണ് ഈ പെൺകുട്ടി. ഇവർ നേരെ യൂറോപ്പിലേക്ക് പോയി. അതിന് മുമ്പ് വരെ ഈ സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വലിയ രീതിയിൽ ആക്റ്റീവായിരുന്ന ഒരു സ്ത്രീയാണ് അവർ പെട്ടെന്നാണ് അപ്രത്യക്ഷയാകുന്നത്. അപ്പോൾ ഇവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ അവർ ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു. അതിന് മുമ്പ് ഈ പറയുന്ന അക്കൗണ്ടുകളിൽ അവരുടെ ഫോട്ടോകളും വീഡിയോകളും, നടത്തുന്ന യാത്രകളെ പറ്റിയുള്ള വീഡിയോകളും ചെറിയ റീലുകളും എല്ലാം തന്നെ ഇവർ പങ്കുവയ്ക്കുമായിരുന്നു. പക്ഷേ പെട്ടെന്ന് ഇവർ അതൊന്ന് ഒഴിവാവുകയാണ് ചെയ്തത്. ഇവരൊരിക്കലും ഒരിടത്തും പറയുന്നില്ല താൻ പുടിൻ്റെ മകളാണ് എന്നുള്ള കാര്യം പറയുന്നില്ല എന്നുള്ളത്. പക്ഷേ ഇവരുടെ സർട്ടിഫിക്കറ്റിൽ ഈ പറയുന്ന പുടിൻ്റെ പേരില്ല, അമ്മയുടെ പേരുണ്ട്. പിതാവിൻ്റെ പേരിൻ്റെ സ്ഥാനത്ത് മകൾ എന്ന് ഇല്ലെങ്കിൽ മകൾ എന്ന് വ്യക്തമാക്കുന്ന രീതിയിലുള്ള ചില വാക്കുകളാണ് കൊടുത്തിരുന്നത്. വ്ളാദിമറോവ്ന എന്നാണ് കൊടുത്തിട്ടുള്ളത്. വ്ളാദിമറോവ്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മകളാണ്, വ്ളാദിമറിൻ്റെ മകൾ എന്നുള്ള ഒരു അർത്ഥം വരുന്ന റഷ്യൻ വാക്കാണത്. അങ്ങനെ ഉള്ള ഒരു പേരാണ് സൂചിപ്പിച്ചിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. പേരിൻ്റെ ആദ്യ ഭാഗം പെൺമക്കൾ സ്വന്തം പിതാവിൻ്റെ പേരിൻ്റെ ആദ്യ ഭാഗം പെൺമക്കൾ സ്വന്തം പേരിനോട് ചേർക്കുക എന്നത് റഷ്യയിലെ പരമ്പരാഗത രീതിയാണെന്നിരിക്കുകയാണ് ഇവർ ഈ പറയുന്ന സർട്ടിഫിക്കറ്റിൽ വ്ളാദിമറോവ്ന എന്നുള്ള പേര് സ്വീകരിച്ചിരിക്കുന്നത്. ഈ പറയുന്ന പാരീസിലെ ആർട്ട് സ്കൂൾ വിദ്യാർത്ഥിയായിരുന്നു ഇവർ എന്ന് പറയപ്പെടുന്നുണ്ട്. ഈ യുദ്ധം തുടങ്ങിയതോടുകൂടിയാണ് ഇവർ അവിടെ നിന്ന് പലായനം ചെയ്യുന്നത്. പിന്നെ അവരെ പറ്റിയിട്ട് റഷ്യയിൽ അങ്ങനെ വലിയ വിവരമൊന്നുമില്ല. ഈ പറയുന്ന എലിസബേറ്റയുടെ സാമൂഹ്യ മാധ്യമങ്ങളിലുള്ള സജീവമായിട്ടുള്ള പ്രവർത്തനങ്ങളെ എല്ലാ കാലത്തും മാധ്യമങ്ങൾ വളരെ കൗതുകത്തോടു കൂടിയാണ് നോക്കിയിരുന്നത്. ഇവരുടെ അമ്മ, എലിസബേറ്റയുടെ അമ്മ, ഒരു ക്ലീനിങ് തൊഴിലാളിയായിരുന്നു എന്നുള്ളതാണ്. ഈ
പറയപ്പെടുന്ന ഒരു ക്ലീനിങ് തൊഴിലാളിയായിരുന്നു മുമ്പ്. അതിനുശേഷമാണ് ഈ പുത്തിനുമായിട്ട് ബന്ധം വരുന്നത്. ഈ ബന്ധത്തിലാണ് ഈ കുട്ടി ജനിക്കുകയും ചെയ്യുന്നത്. അതിന് ശേഷമാണ് ഈ പറയുന്ന കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുണ്ടായിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇവർ ഈ പറയുന്ന പ്രസ്താവന നടത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ പുത്തിനെതിരെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ട് വ്യക്തമായിട്ടുള്ള ഒരു വിശദീകരണവും എവിടെയുമില്ല. ഒരു മാധ്യമങ്ങളും ഇതിനെ പറ്റിയിട്ട് വിശദീകരിക്കുന്നുമില്ല. ഇവരെന്തിനാണ് ഇപ്പോൾ പുട്ടിനെതിരെ തിരിഞ്ഞിരിക്കുന്നത് എന്നുള്ള കാര്യത്തിനകത്ത് പ്രത്യേകിച്ച് റീസൺ ഒന്നും തന്നെ പറയുന്നില്ല എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. വീണ്ടും എൻ്റെ മുഖം ലോകത്തെ കാണിക്കാൻ കഴിയുന്ന ഒരു വിമോചനമാണ് എന്നാണ് അവർ സോഷ്യൽ മീഡിയയെ കുറിച്ചിരിക്കുന്നത്. ഞാൻ ആരാണെന്നും എൻ്റെ ജീവിതം നശിപ്പിച്ചത് ആരാണെന്നും ഇത് എന്നെ ഓർമ്മിപ്പിക്കുന്നു എന്നും ഈ ക്രിവോനോജിക് പറയുന്നുണ്ട്. അപ്പോൾ വലിയ തോതിലുള്ള ഒരു വിമർശനം പുട്ടിനെതിരെ ഉന്നയിക്കുന്ന ഇവരുടെ ലക്ഷ്യം എന്താണ് എന്നുള്ളതിനെ പറ്റിയിട്ട് ആരും ചർച്ച ചെയ്യുന്നില്ല, ആരും പറയുന്നില്ല, അതിനെ വിശദീകരിക്കാൻ ആരും മെനക്കെടുന്നില്ല. പക്ഷേ ഇവിടെ ഉറപ്പായിട്ടുള്ള ഒരു കാര്യം, റഷ്യയിൽ ഇപ്പോഴും അധികാരത്തിൽ തുടരുന്ന പുട്ടിനെതിരായ വൻ നീക്കത്തിൻ്റെ ഭാഗമാണ് ഇതെന്നാണ്. അത് യൂറോപ്പും അമേരിക്കയും അടക്കമുള്ള രാജ്യങ്ങളിൽ പുട്ടിൻ എങ്ങനെയെങ്കിലും താഴെ ഇറങ്ങിയാലേ കാര്യമുള്ളൂ എന്നുള്ള ഒരു രീതിയിലേക്ക് എല്ലാം മാറുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഒന്നാമത് യുദ്ധം യൂറോപ്പിലാകെ പാരയായിരിക്കുന്ന ഒരു യുദ്ധമാണ്. കാരണം അവരുടെ ഊർജ്ജ പ്രതിസന്ധി, വലിയ പണച്ചെലവ്, സർക്കാരുകളെ ബാധിച്ചു കൊണ്ടിരിക്കുന്ന പ്രതിസന്ധികൾ, ഇതെല്ലാം തന്നെ ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടാണ് നടക്കുന്നത്. അതിനാൽ തന്നെ ഈ യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കുക എന്ന് പറയുന്ന ലക്ഷ്യം ഈ പറയുന്ന അമേരിക്കയ്ക്ക് യൂറോപ്പിലും എല്ലാം ഉണ്ട്. റഷ്യ അടിക്കുക എന്നുള്ളത് വലിയ ഒരു ആഗ്രഹം, ഇല്ലെങ്കിൽ അത് ചെയ്യണമെന്നുള്ളത് യൂറോപ്പിൻ്റെ അമേരിക്കയുടെ ഒക്കെ സ്വപ്നം തന്നെയായിരുന്നു. പക്ഷേ അത് കയ്യിൽ നിന്ന് പോയി എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ. കാരണം വർഷങ്ങൾ നീണ്ട യുദ്ധം, 3 വർഷത്തിനുള്ള മേലെയായിട്ട് യുദ്ധം തുടരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് യൂറോപ്പിൻ്റെയും നാറ്റോയുടെയൊക്കെ സമ്പദ് വ്യവസ്ഥയെ ഏത് രീതിയിൽ ബാധിക്കും എന്നുള്ളത്, എത്രത്തോളം ഗുരുതരമായ പ്രത്യാഘാതം ഉണ്ടാക്കുമെന്നും അവർക്ക് കൃത്യമായ ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള മാർഗം റഷ്യയിൽ നിന്ന്, അല്ലെങ്കിൽ റഷ്യയിലെ അധികാരത്തിൽ നിന്ന് പുട്ടിനെ പുറത്താക്കുക എന്ന് പറയുന്നതാണ്. അതിലൂടെ യുദ്ധം അവസാനിക്കുകയുള്ളൂ എന്ന് പറയുന്നതാണ്. ഇല്ലെങ്കിൽ ഉക്രൈൻ പരാജയപ്പെടണം. യുക്രൈൻ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ അത് യൂറോപ്പിൻ്റെയും അമേരിക്കയുടെയും പരാജയമാണ്. അവർക്ക് മേലുണ്ടാകുന്ന വലിയ തിരിച്ചടിയായി പോവും. അത് പിന്നെ അവിടെ ഒതുങ്ങുകയില്ല. നമുക്കറിയാമല്ലോ, അവസാനം പോളണ്ടിനെ കയറി ഹിറ്റ്ലർ ആക്രമിക്കുമ്പോഴാണ് UK ഇടപെടുന്നത്. അതുവരെയും തൊട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ വിശാലമായ ജർമ്മനി വേണം എന്നുള്ള ഇയാളുടെ ഹിറ്റ്ലറിൻ്റെ ആഗ്രഹത്തെയൊക്കെ ലോകം മുഖവിലക്കെടുക്കാതിരിക്കുകയായിരുന്നു. പോളണ്ടിനെ തൊട്ടതോടുകൂടി വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾക്ക് ഇത് തുടക്കമായി എന്നുള്ളത്. അതുപോലെ ഉക്രൈനിൽ കയറി അടുത്തിനി മറ്റേതെങ്കിലും രാജ്യത്തെ ആക്രമിച്ച് തിരിച്ചു പിടിക്കുമോ? അതായത് ഈ പറയുന്ന സോവിയറ്റ് യൂണിയൻ എപ്രകാരം ഉണ്ടായിരുന്നു, ആ 16 രാജ്യങ്ങൾ മുറിഞ്ഞുപോയ അതിലെ 16നെയും കൂട്ടിച്ചേർക്കാനുള്ള ശ്രമമാണോ ഈ പുട്ടിൻ നടത്തുന്നത് എന്നുള്ള ഒരു ഭീതിയുണ്ട്. അങ്ങനെ USSRനെ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമമാണോ എന്നുള്ള ഭയത്തിലാണ് ഈ പറയുന്ന യൂറോപ്പ് ഈ യുക്രൈനുള്ള ഫണ്ടിങ് മുഴുവൻ. അടിസ്ഥാനപരമായിട്ട് അതാണ്. പഴയ ശീതയുദ്ധം തന്നെയാണ്, ഇല്ലെങ്കിൽ ഈ പറയുന്ന സോവിയറ്റ് യൂണിയനും അമേരിക്കയും തമ്മിലുള്ള പ്രശ്നം തന്നെയാണ് ഇപ്പോഴും ഉള്ളത് എങ്കിലും ഈ പറയുന്ന യുദ്ധത്തിൻ്റെ അടിസ്ഥാന കാരണം അതാണെങ്കിലും നിലവിൽ ഈ പറയുന്ന യുക്രൈനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ആക്രമിക്കുക എന്നുള്ളത് നമ്മൾ പറയുമല്ലോ. ഈ പറയുന്ന മഹാഭാരതത്തിൽ ഹിജഡയെ മുന്നിൽ നിർത്തി, ഇല്ലേ ശിഖണ്ഡിയെ മുന്നിൽ നിർത്തിയിട്ട് ആക്രമിച്ചു എന്ന് പറയുന്നത് പോലെ യുക്രൈനെ മുന്നിൽ നിർത്തിക്കൊണ്ട് യൂറോപ്പും അമേരിക്കയും ചേർന്ന് ആക്രമിക്കുകയാണ് റഷ്യ എന്ന് പറയുന്ന ഒരു വാദമുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ സെലൻസ്കി കൊല്ലപ്പെടണം. സെലൻസ്കി മരിച്ചാലേ ഈ പറയുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമാവുകയുള്ളൂ. ഇല്ലെങ്കിൽ പുട്ടിൻ അധികാരത്തിൽ നിന്ന് മാറണം. പുട്ടിനെ കൊല്ലുക എന്ന് പറയുന്നത് അസാധ്യമായിട്ടുള്ള കാര്യമാണ്. കാരണം അത് പുട്ടിൻ തന്നെ വിചാരിച്ചാൽ പോലും നടക്കാത്ത കാര്യമാണ് എന്നുള്ള അത്രയേറെ ശക്തിമാനാണ് പുട്ടിൻ റഷ്യയുടെ അധികാരത്തിലിരിക്കുമ്പോൾ. എന്തായാലും ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, പുട്ടിനെതിരായ വലിയ നീക്കം യൂറോപ്പിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ചിരിക്കുന്നു. അതിൻ്റെ ഒന്നാമത്തെ കണ്ണിയാണ് എലിസവേറ്റ ക്രിവനോജിക് എന്ന് പറയേണ്ടി വരും. എന്തായാലും പുട്ടിനെതിരായി ഉയർന്നു വന്നിരിക്കുന്ന വലിയ ആരോപണമാണ് എലിസവേറ്റ ഉന്നയിക്കുന്നത്.